ഹായ് ഹലോ, ഞാൻ ഇന്നൊരു പനീർ ബട്ടർ മസാലയും ചപ്പാത്തി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമ്മളെ പനീർ അതിൻ്റെ അകത്തിട്ട് ചെറിയതായിട്ടൊന്ന് ഫ്രൈ ആക്കി മാറ്റി ഒരു പാത്രത്തിൽ വെച്ചു. അതിന് ശേഷം കുറച്ചും കൂടെ ബട്ടർ ഇട്ട് അതിൻ്റെ അകത്ത് ഒരു കഷ്ണം പട്ടയും കുറച്ച് ഗ്രാമ്പും ഉള്ളി സവാള മുറിച്ചതും ഇഞ്ചി വെളുത്തുള്ളി ചെറിയതായി കട്ട് ചെയ്തതും ഒരു പച്ചമുളക് മുറിച്ചതും കൂടി ഇട്ട് അതിൻ്റെ അകത്ത് കുറച്ച് അതിനാവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കത് കുറച്ച് സമയം നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴന്നാവണ്ട, കുറച്ച് ഒരു ഹാഫ് കുക്കാകുന്ന വരെ വഴറ്റിയെടുക്കണ്ടു. അപ്പോൾ അത് കുറച്ച് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 5-6 പ്രാവശ്യം ഇളക്കിയിട്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് ചെറിയതായിട്ട് മുറിച്ച് വെച്ച തക്കാളി പീസും കൂടി ഇട്ടിട്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് കുറച്ച് വഴറ്റുക. എന്നിട്ട് അത് നല്ലപോലെ ആവണ്ട, അതും കുറച്ച് ഇളക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഒരു 5-6 കാഷ്യൂവും കൂടി ഇട്ടിട്ട് ഇളക്കുക. ഇതെല്ലാം കൂടി ഒരു ഹാഫ് കുക്കേ ആവുള്ളൂ, അതിൽ കൂടുതൽ അത് വഴന്ന് വരണ്ട. എന്നിട്ട് നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി തണിയാൻ വെക്കുക. ഇത് തണിഞ്ഞിട്ടാകുമ്പോൾ മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ പാൻ ഒന്നുകൂടെ അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് ബട്ടർ ഇട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഞാൻ കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ സാധനങ്ങളും എല്ലാം വളരെ കുറച്ചാണ്. എന്നിട്ട് അതിട്ട് നല്ലപോലെ കുറച്ച് പച്ചമണം മാറുന്നവരെ വഴറ്റുക. എന്നിട്ടാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ അതിൻ്റെ അകത്ത് ചേർത്തിട്ട് കുറച്ച് വഴറ്റി നല്ലപോലെ തിളച്ച് വരുമ്പം നല്ലപോലെ 2-3 പ്രാവശ്യം ഇളക്കി ചെറിയ തീയിൽ കുറച്ച് വഴറ്റിയെടുക്കുക. അപ്പോഴത്തേക്ക് അതിൻ്റെ കളറെല്ലാം മാറി നല്ല ടേസ്റ്റായി വരും. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച പനീറും കൂടെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് 1-2 പ്രാവശ്യം നല്ലപോലെ ഇളക്കി മിക്സാക്കി നമ്മൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം നോക്കി നല്ലപോലെ ഇളക്കിയാൽ പിന്നെ നമ്മളെ പനീർ മട്ടർ മസാല റെഡിയായി. ഓക്കേ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ചപ്പാത്തി ഉണ്ടാക്കാൻ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആട്ടപ്പൊടി എടുത്തു, അതായത് ഗോതമ്പ് പൊടി എടുത്തു. അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിട്ട് മിക്സാക്കി ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ കുഴച്ചെടുക്കണം. ഇളം ചൂടുവെള്ളം ഒഴിച്ചാൽ നല്ല അടിപൊളി സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കും. ആദ്യം ഒന്ന് സ്പൂണ് വെച്ചിട്ട് കുഴച്ചു, അതായത് എനിക്കിങ്ങനെ കഴിക്കാൻ കൂടുതൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ്. കുറച്ച് സ്പൂണ് വെച്ച് കുഴച്ച് പിന്നെ നമ്മൾ കൈ വെച്ച് നല്ലപോലെ കുഴച്ച് നല്ല പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. എന്നാലും അടിപൊളി സോഫ്റ്റാകുന്ന ചപ്പാത്തിയാവും. ഇത്രയും സോഫ്റ്റായ ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത്. എന്നിട്ട് നമ്മൾ സാധാരണ പരത്തിയെടുക്കുന്ന പോലെ നല്ല റൗണ്ടിൽ നല്ല സൂപ്പറായിട്ട് പരത്തിയെടുത്ത് പാനടുപ്പത്ത് വെക്കുക. എന്നിട്ട് നല്ലപോലെ തിരിച്ചും മറിച്ചും വെച്ച് നല്ലപോലെ പൊങ്ങിച്ച് നല്ല അമർത്തി ഇതുപോലെ നല്ല അടിപൊളിയിൽ ചുട്ടെടുക്കുക. അപ്പോൾ നമ്മൾ സൂപ്പർ ചപ്പാത്തി റെഡി. അതിൻ്റെ അകത്ത് നേരത്തെ മസാലയും കൂടെ ചേർത്ത് കഴിക്കുക. ഓക്കെ, സൂപ്പർ. ബൈ ബൈ.